വർഷം 1980. ക്രമാട്ടോസ്. ഉക്രൈനിൽ ഒരു ഫേമസ് ആയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അവിടെ പുതിയതായി ഒരു ഫാമിലി താമസത്തിനും വന്നു. അന്നത്തെ സമയത്ത് ഒരു എലിവേറ്ററും വാട്ടർ ഹീറ്ററുമുള്ള അപ്പാർട്ട്മെന്റുകൾ കുറവായിരുന്നു. തുച്ഛമായ വിലയിൽ അത് നല്ലൊരു ഓഫറായി ആ ഫാമിലിക്ക് തോന്നി. അങ്ങനെ 4 അംഗങ്ങൾ അടങ്ങുന്ന ആ ഫാമിലി ആ അപ്പാർട്ട്മെന്റിന്റെ 85ാമത്തെ റൂമിൽ താമസത്തിനെത്തി. വെറും ഒരു വർഷത്തിനുള്ളിൽ ആ ഫാമിലിയിലെ 18 വയസ്സുള്ള യുവതിക്ക് ലുക്കീമിയ രോഗം കാരണം മരണപ്പെട്ടു. 1982 അവളുടെ 16 വയസ്സുള്ള അനുജനും അതേ രോഗകാരണത്താൽ മരണപ്പെട്ടു. ശേഷം അവരുടെ അമ്മയും. പിന്നീട് വേറെ ഒരു ഫാമിലി അവിടെ താമസത്തിനെത്തി. ആ ഫാമിലിയിലെ ഒരു പയ്യനും അതേ അസുഖം ബാധിച്ച് മരണപ്പെട്ടു. ആ 85ാമത്തെ റൂമിന്റെ അടുത്തുള്ള എല്ലാ റൂമുകളിലെ ആളുകൾക്കും ലുക്കീമിയ രോഗം പിടിപെടാൻ തുടങ്ങി. ഇത് നാട്ടിൽ ഒരു സംസാര വിഷയമായി. എന്നാൽ ആ പയ്യന്റെ അച്ഛൻ എല്ലാ തെളിവുകളും ശേഖരിക്കാൻ തുടങ്ങി. ഇതിനു മുമ്പുണ്ടായിരുന്ന ആളുകളുടെ വാക്കുകളും ഇതിനു മുമ്പുണ്ടായിരുന്ന ന്യൂസുകളും എല്ലാം എടുത്ത് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു. ആളുകൾ പരിഭ്രാന്തിപ്പെട്ടു. അവർ അന്ധവിശ്വാസങ്ങൾ പരത്താൻ തുടങ്ങി. അങ്ങനെ ആ 85ാമത്തെ റൂമിന് കഴ്സ്ഡ് അപ്പാർട്ട്മെന്റ് എന്ന് വിളിപ്പേര് കിട്ടി. ആ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന ഫിസിസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ റേഡിയേഷൻ അധികമുള്ളതായി അവർക്ക് തോന്നി. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആൾക്കാർ തീരുമാനിച്ചു. ആ പോലീസ് കംപ്ലൈന്റ് കാരണം കുറച്ച് റേഡിയോളജിസ്റ്റ് അവിടെ പരിശോധനയ്ക്കെത്തി. ഒരു റേഡിയോളജിസ്റ്റ് അവിടെ വലിയ തോതിൽ റേഡിയേഷൻ ഉള്ളതായി കണ്ടെത്തി. അവർ ആ 85ാമത്തെ റൂമിൽ അവരുടെ റേഡിയേഷൻ ഡിറ്റക്ടർ വെച്ച് പരിശോധിച്ചു. 85ാമത്തെ റൂമിൽ കയറുന്നതനുസരിച്ച് റേഡിയേഷൻ ലെവൽ കൂടിക്കൊണ്ടിരുന്നു. അവരുടെ റേഡിയേഷൻ ഗേജിൽ അളക്കാൻ പറ്റുന്നതിലും കൂടുതലായി റേഡിയേഷൻ ലെവൽ. അവർ ലബോറട്ടറി തിരികെ പോയി. ശേഷം കൂടിയ റേഡിയേഷൻ ലെവൽ അളക്കുന്ന ഗേജുമായി അവർ റൂം നമ്പർ 85-ലെത്തി. അവരുടെ കണ്ടെത്തൽ ചെന്ന് അവസാനിച്ചത് രണ്ടാമത് മരണപ്പെട്ട പയ്യന്റെ ബെഡ്റൂമിന്റെ ചുവരിലാണ്. അതിൽ അവർ റേഡിയേഷൻ ചെക്ക് ചെയ്തപ്പോൾ ഷോക്കായിപ്പോയി. 400 റോൾഗൻ പെർ അവർ റേഡിയേഷൻ. ഇത് അപകടകരമായ ഒരു റേഡിയേഷനാണ്. ഈ റേഡിയേഷൻ ഏറ്റാൽ വെറും 1 മണിക്കൂർ കൊണ്ട് ഒരാൾ മരണപ്പെടും. അവർ ആ ചുവരിന്റെ പുറകിൽ എന്തോ ഉള്ളതായി ഉറപ്പിച്ചു. ചുവർ ഇളക്കി ആ റേഡിയേഷൻ സോഴ്സിനെ നീക്കം ചെയ്യാൻ അവർ തീരുമാനിച്ചു. ഇതിന് ലീഡ് ആർമർ പ്ലേറ്റ് ധരിച്ച തൊഴിലാളികളെ നിയമിച്ചു. അവർ ആ ചുമർ വെട്ടിയെടുത്തു. പക്ഷേ അതിന് പുറകിൽ റേഡിയേഷൻ ഉള്ളതായി ഡിറ്റക്ടറിൽ കാണിക്കുന്നില്ല. ആ ചുവരിന്റെ കഷ്ണത്തിൽ അവർ റീഡിംഗ് കാണുന്നതായി കണ്ടെത്തി. ഇത് പത്രത്തിൽ വാർത്തയായി. അവർ ആ ചുമർ ലാബിൽ അയച്ചു. ആ ചുവരിൽ cesium 137 അവർ കണ്ടെത്തി. ആ ചുവരിൽ എങ്ങനെ ആ cesium എത്തി എന്ന് അന്വേഷിച്ചപ്പോൾ ചെന്നെത്തിയത് കരൻസ്കി ക്വാറിയിൽ ആണ്. 1970-ൽ ക്വാറിയിലെ റേഡിയേഷൻ ലെവൽ അളക്കാൻ അവർ ഉപയോഗിച്ചിരുന്ന ഒരു മെഷീൻ, അതിന്റെ ഒരു ഭാഗമായിരുന്നു cesium 137. ഒരിക്കൽ ആ മെഷീനിൽ നിന്നും ആ cesium ഇളകിപ്പോയി. ആളുകൾ അതിനെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. അവിടുത്തെ ഗ്രാവൽ വീട്ടുപണിക്ക് ഉപയോഗിക്കുമായിരുന്നു. ആ cesium അങ്ങനെ ആ ഗ്രാവലിൽ അകപ്പെട്ടു. ശേഷം ബിൽഡിംഗ് 7-ലെ ആ ചുമരിൽ ചെന്നെത്തി. ഒരു ചെറിയ അശ്രദ്ധ 4 ആളുകളുടെ മരണവും 17 പേർ മാരക പരിക്കിനും മരണത്തിനും കാരണമായി. ലോകത്തെ റേഡിയേഷൻസ് കാരണം നിരവധി ആളുകളാണ് മരിക്കുന്നത്.